ഹലോ, വെൽക്കം ടു നീക്കുട്ടീസ് വ്ലോഗ്. പത്തിരിപ്പൊടി കൊണ്ടുള്ള 2 വ്യത്യസ്തതരം വിഭവങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ കഥാനായകനായിട്ടുള്ള പത്തിരിപ്പൊടിയെ ഞാൻ തലേദിവസം തന്നെ തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് രാവിലെ ഇതുപോലെ കൈകൊണ്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചൂട് തണിയാനൊക്കെ വെയിറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പത്തിരിപ്പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഈ പത്തിരിപ്പൊടി എന്ന് പറയുന്നത്. ഇനി അതിനെ ഇതുപോലെ നമ്മൾ ചെറിയ ബോളുകളാക്കിയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇനി ഞാൻ പ്രസ്സറിലാണ് പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രസ്സറിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം ഒരു ബോളെടുത്ത് ഇതുപോലെ അതിൽ വെച്ച് നീളത്തിലൊന്ന് ഉരുട്ടുന്നു. ഇനി അത് അവിടെ വെച്ചൊന്ന് അമർത്തുന്നു, അതിലേക്ക് പ്രസ്സർ വെച്ച് കൊടുക്കുന്നു. ഈ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പൊടി കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്തു പോകും. നല്ല റൗണ്ടിലുള്ള പത്തിരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടായിരിക്കുന്ന കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആ കല്ലിൽ ഒരു 3 പത്തിരി വരെയൊക്കെ ഈസി ആയിട്ട് നമുക്കിടാം. അപ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ചുടുന്നത്. അപ്പം വേഗം പത്തിരി ആയി കിട്ടും. അങ്ങനെ ഏകദേശം ഇങ്ങനത്തെ ഒരു കളറൊക്കെ വരുമ്പോൾ അന്നേരമാണ് എനിക്കതൊരു വെന്തതായിട്ടൊക്കെ തോന്നാറ് കേട്ടോ. അങ്ങനെ നമ്മൾ പത്തിരി വേഗത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്. എത്ര എളുപ്പം പണി കഴിഞ്ഞല്ലേ. ഇനി അടുത്തത് ഈ മാവ് വെച്ചിട്ട് തന്നെ ഇതിൽ നിന്നും കുറച്ച് മാവ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ചെറിയ ബൗള് പൊടി എടുത്തിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമ്മൾ ഇതുപോലെ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നു. കുട്ടികൾക്കൊക്കെ പത്തിരിയേക്കാളും ചിലപ്പോൾ ഇതായിരിക്കും ഇഷ്ടപ്പെടുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ചെറിയ ബോളുകളാക്കി മാറ്റുന്നു. ഇത് ഇത്തിരി പണിയാണ്. വേണമെങ്കിൽ നമുക്ക് മക്കളെ കൂട്ടാം. പിന്നെ നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞ വീട്ടിലുള്ള നകുലേട്ടനെയൊക്കെ കൂട്ടാം. എല്ലാവരെയും കൂട്ടി നമ്മൾ ഇത് ചെറിയ ബോളുകളാക്കി എടുക്കുന്നു. നമ്മൾ തന്നെ ചെയ്താലായിരിക്കും ഒരേ വലിപ്പത്തിലുള്ള ബോൾ കിട്ടുക. പലരും ചെയ്യുമ്പോൾ ചിലപ്പോൾ പല വലിപ്പമായി പോകും അല്ലേ. എന്തായാലും ഒരുപാട് വലിപ്പം വേണ്ട, ചെറിയ ബോളുകൾ മതി. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് വേണ്ട ചമ്മന്തി തയ്യാറാക്കാനായിട്ട് തേങ്ങ, മുളക് പൊടി, ചെറിയുള്ളിയാണ് വേണ്ടത്, ഉള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഉള്ളി ഇല്ലെങ്കിൽ സവോള എടുത്താലും മതി. അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് നൈസായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ ഈ ചെറിയ ബോളുകളെ ഒന്ന് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കണ്ടേ. ഇത് ആവി കയറുമ്പോഴേക്ക് ഈ ബോളുകൾ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ചമ്മന്തി കൊഴുക്കട്ടയുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ ആവി കയറി ബോളുകളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചമ്മന്തി നമുക്കൊന്ന് റെഡിയാക്കാം. കടുക് താളിച്ച് അതിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഉഴുന്നാണ്. ഇനി ഉള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ചമ്മന്തി ഉണ്ടല്ലോ അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലിട്ട് ഇളക്കുന്നു. ഈ ഇളക്കി ഇതിൻ്റെ ഒരു പച്ചമണം, ഈ തേങ്ങയുടെ ഒരു പച്ച ചുവ മാറി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എന്തിടും, നമ്മുടെ ചെറിയ ബോളുകൾ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇവരെ തമ്മിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബോൾ ഉടഞ്ഞു പോവില്ല കേട്ടോ. നമ്മൾ ആവി കയറ്റിയെടുത്തത് കൊണ്ട് അങ്ങനെ ഉടഞ്ഞു പോവില്ല. ഇനി കുത്തി ഉടയ്ക്കാനൊന്നും ആരും നിൽക്കണ്ട. നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നല്ല ഒന്നാം തരം ചമ്മന്തി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ചമ്മന്തിയുടെ ടേസ്റ്റും നമ്മുടെ അരിപ്പൊടിയുടെ സാധാരണ പത്തിരിക്കുള്ള ആ ഒരു ഉപ്പ് കലർന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ പൊടി കുഴയ്ക്കുമ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടാവണം കേട്ടോ. അതാണ്, അങ്ങനെ നമുക്ക് ഈ മാവിലേക്ക് ഉപ്പ് ഇറങ്ങുള്ളേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ